നിന്റെ വിഷമവും സങ്കടമൊക്കെ എനിക്ക് മനസ്സിലായി. നാളെ കല്യാണം നടക്കാൻ പോകുന്ന ഒരു പെണ്ണിനെ ഓർത്ത് ദുഃഖിച്ചിട്ട് എന്താടാ കാര്യം? എനിക്ക് അവളെ പിരിയാൻ വയ്യടാ. ഷേ, എന്താടാ ഇത്? എടാ, തന്റെ ആയിട്ടുള്ള ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള പ്രേമമൊക്കെ എനിക്കറിയേണ്ടത് നിനക്കതുണ്ടോന്ന്? എനിക്ക് പ്രേമമുണ്ട്. പ്രേമല്ലടാ കുന്തമേ, തന്റെ ഉണ്ടോന്നാ ചോദിച്ചത്. വട്ടപ്പറമ്പിൽ ശ്രീധരൻ ഉണ്ണിത്താന്റെ പണത്തിനും പ്രതാപത്തിനും മുന്നിൽ എന്റെ തന്റെ ഇടം വില പോവില്ല. ഒരു ലേഡി സ്റ്റോറിലെ സെയിൽസ്മാന് അയാളുടെ മകളെ ചോദിക്കാൻ എന്താ അവകാശം? നിന്റെ യുക്തിവാദമൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്കറിയേണ്ടത് നിന്നോടൊപ്പം ഇറങ്ങി വരാനുള്ള സ്നേഹം അവൾക്കുണ്ടോന്നാ. അതവള് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. എന്നിട്ട് നീ ഇതൊക്കെ മുഹൂർത്ത നേരത്തെ ആലോചിച്ചിട്ട് എന്താ കാര്യം? എടാ, നിന്നെ പോലെ നട്ടലില്ലാത്ത കാമുകന്മാരെ ഇങ്ങനെ പല പെൺകുട്ടികളുടെയും ഫ്യൂച്ചർ തൊലക്കുന്നത്. മറ്റുള്ളവരുടെ കാര്യത്തിൽ അത് പറയാം, സ്വന്തം കാര്യം വരുമ്പോ അറിയാം. എനിക്ക് അവളെ കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാടാ. ധൈര്യമുണ്ടോ നിനക്ക്? കുറേശ്ശെ. എന്നാ നാളെ രാവിലെ നീയും അവളും കൂടെ സ്ഥലം വിടുന്നു. എങ്ങോട്ട്? അത് കണ്ടെത്തേണ്ടത് നീയാണ്. നാളെ രാവിലെ വരെ അതിനുള്ള സമയമുണ്ട്. 1 മാസത്തേക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള കാശ് ഞാൻ തരാം. ശ്രമിച്ചാൽ നിനക്കൊരു ജോലി കിട്ടില്ലേ? ഒരു ലേഡി സ്റ്റോറിംഗിലും ഇല്ലാത്ത നാടുണ്ടാവില്ലല്ലോ. എന്ത് പറയുന്നു? ഏറ്റു. പക്ഷെ അവളെ ഈ വിവരം എങ്ങനെ അറിയിക്കും? നിങ്ങൾ കുടുംബക്കാർ തമ്മിൽ നല്ല അടുപ്പല്ലേ? നിനക്ക് അവിടെ എപ്പോ വേണമെങ്കിലും കയറി ചെല്ലാലോ. അല്ല, വലിയ കുറുപ്പും കൊച്ചു കുറുപ്പും ഒന്നിച്ചാണല്ലോ. എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടനെങ്കിലും വിളി നിർത്തിക്കൂടെ? സുഭാഷ് ചന്ദ്രബോസ് എന്നൊരു കിടിലം പേര് എനിക്കുണ്ട്. താല്പര്യം അനുസരിച്ച് സുഭാഷ് എന്നോ ചന്ദ്രൻ എന്നോ ബോസ് എന്നോ വിളിച്ചോ. എന്ത് തന്നെ ഉണ്ടെങ്കിലും ആ കൊച്ചു കുറുപ്പിന്റെ സുഖമില്ല. കുറുപ്പേ, താൻ രാവിലെ വരുമെന്നല്ലേ ഞാൻ കരുതിയത്. ഇത് തുടങ്ങുന്ന നേരത്തെ മകനീയ സാന്നിധ്യം ഉണ്ടായ പോരെ? മോളെന്തി അകത്തുണ്ട്, വരൂ. ഇത് ഞങ്ങളുടെ വക. വരൂ, എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം. ഈ കോളാസ് എടുത്ത് ഓരോന്ന് അങ്ങോട്ട് കൊടുത്തേ. കോള അങ്ങോട്ട്. മോടെ വിവാഹത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് ഇതുവരെയെല്ലാം ഭംഗിയായി. നല്ല വരൻ, ഉയർന്ന ഉദ്യോഗം, 5 അക്ക ശമ്പളം, കൂടാതെ നല്ല തറവാടിയും. എന്നാലും കെട്ടുകഴിഞ്ഞാൽ തന്റെ മോൾ അങ്ങ് ദൂരേക്ക് പോവില്ലേടോ? ഒരേ ഒരു മകളെ ഉള്ളെന്ന് കരുതി പെണ്ണ് വീട്ടിൽ കയറി താമസിക്കുന്ന ഏതെങ്കിലും ഒരു കോന്തിനെ കെട്ടിച്ചു കൊടുത്താൽ വട്ടപ്പറമ്പിൽ ശ്രീധരനുണ്ടെത്താന് പിന്നെ എന്താണ് ഒരു വില? ജനിച്ചത് മകളാണെങ്കിൽ പിരിയേണ്ടി വരും. ആ മണിക്കുട്ടനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നാളെ വെളുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അവനോട് വരും. എനിക്ക് പേടിയൊന്നു. പേടിച്ചിരുന്ന ഇഷ്ടപ്പെട്ടവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. വെളുപ്പിന് 5 മണിക്ക് ഞാനിവിടെ എത്താം. റെഡി ആയിരിക്കണം. എന്നിട്ട് പുറത്തു നിന്ന് ഞാനൊരു തീപ്പെട്ടിക്കുള്ളി കത്തിച്ച് സിഗ്നൽ തരാം. സരസു ആരും കാണാതെ ഇറങ്ങി പോതാ മതി. ബാക്കി ഞാൻ ഏറ്റു. ഇങ്ങനെ പതുങ്ങി നിന്നുള്ള ഒതുങ്ങിയ സംസാരം അത്ര ശരിയല്ലല്ലോ. മുതലാളി, മുതലാളി, എന്താടാ? തുമ്പ് കിട്ടി, തുമ്പ് കിട്ടി. 1 മിനിറ്റ്. എന്നാ ഞങ്ങൾ ഇറങ്ങിട്ടുണ്ടി താനെ പോകാൻ വരട്ടെ. ഞാൻ ഒരു കാര്യം ഒന്ന് മുതലാളിയോട് പറഞ്ഞോട്ടെ. അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. നിങ്ങൾ ആ ടീം ബിയുടെ ക്യാപ്റ്റൻ. അതെന്താണ് അങ്ങനെ? അതങ്ങനെ. ഇങ്ങോട്ട് വന്നേ. ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു. പറഞ്ഞു തീരുന്നൊരു പഠിച്ചതിനാ ഒളിച്ചു നോക്കിയേനെ. അതുകൊണ്ടല്ലേ പെണ്ണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം പിടികിട്ടിയത്. പെണ്ണിന് പ്രേമം. ആരോട്? ഈ കുറുപ്പിന്റെ മോനോട്. രണ്ടുപേരും കൂടെ പതുങ്ങി നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു. അനാവശ്യം പറയുന്നോടാ. ഞാൻ കണ്ടത് അവർ കിന്നാനം പറയണത്. മിണ്ടിപ്പോകരുത്. ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ. അവര് മിണ്ടിന്നും പറഞ്ഞു നോക്കിയിരിക്കും. അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിന്റെ പല്ല് മുഴുവൻ താഴെ കിടക്കും. പോടാ. എന്താണ് ഉണ്ണിത്താനെ പ്രശ്നം? എന്തിനാ അവനെ തല്ലിയത്? അത് അവന്റെ ഷെയറാ. അരമണിക്കൂർ ഇടവിട്ട് അവനത് കിട്ടണം. അവനെന്തിയേ? ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ? എന്താണോ കൊച്ചുകുറുപ്പേ, വല്ല പെൺപിള്ളേരെ ലൈനടിക്കാൻ പോയതാണോ? സംശയം എന്റേതല്ല, നിന്റെ അച്ഛന്റെയാ. അച്ഛൻ പറഞ്ഞു പറഞ്ഞു ഒടുവിൽ ജോസഫ് പ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു. എന്നാ കൊന്നുകളയും. അപ്പൊ ചെല്ല്, രാവിലെ നേരത്തെ എത്തണം. എടോ കൊച്ചുകുറുപ്പേ, തന്നോട് കൂടിയാ പറയുന്നേ. ഞാൻ വെളുപ്പിനെ എത്തും.
പോകാം. അയ്യോ, എന്താ? ദൈവമേ, ഇവളിനി കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അടിച്ചോണ്ട് പോയാലോ? ആരും കണ്ടില്ല. അച്ചു കണ്ടു, അബദ്ധം പറ്റിയതാ. വേഗം വാ. ഓ, എടാ സാവിത്രി, മണി 5 കഴിഞ്ഞു. എഴുതേക്ക്. അമ്മായി സരസ്വനെ മുറി കണ്ടില്ല. കണ്ടില്ലേ? അവളിത് എവിടെ പോവാനാ? എവിടെ പോയത് നോക്കിയേ. ആ മുറിയിൽ നോക്കിയോടാ. നിങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങാണ്ട് എല്ലാം മുറിയിൽ കയറി നോക്കുന്നേ. ഞാൻ എല്ലാവരും നോക്കിയില്ലേ. സരസു, എന്റെ സരസുവേ, എന്തേ സരസു? എടാ അച്ചു, എടാ അച്ചു. ഓ, കിടന്നുറങ്ങുന്നോടാ പോത്തുകളെ. പെണ്ണിനെ കാണാനില്ല. എടാ അച്ചുവേ, സരസുവിനെ കാണാനില്ല. ഒന്ന് അന്വേഷിക്കടാ. അന്വേഷിക്കാനൊന്നുമില്ല, അവള് പോയി. എങ്ങോട്ട്? അവളെ കാമുകനോടൊപ്പം. കാമുകനോടൊപ്പോ? ആ, പാലത്തിങ്കൽ കുറിപ്പിന്റെ മകൻ കൊച്ചുകുറിപ്പിനോടൊപ്പം സ്ഥലം വിട്ടു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ട് എന്താ നീ മിണ്ടാതിരുന്നേ? ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളാരല്ലേ, പോട്ടെ എന്ന് ഞാനും കരുതി. എടാ, അവര് തമ്മിൽ പ്രേമമാണെന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞതല്ലേ. എന്നിട്ട് കേട്ടോ, എല്ലാവരെയും ഒന്നിച്ച് കളിപ്പിച്ച് അവര് നാട് വിട്ടു. ചെറുക്കലെ കൂട്ടിന് വരുമ്പോ പെണ്ണില്ലെങ്കിൽ ഞാൻ എന്തോ പറയും. മുതലാളിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. എന്ത്? പെണ്ണോളിച്ചോടിയെന്ന്. പോടാ. അവര് നാട് വിടും മുമ്പ് എനിക്ക് പിടിക്കണം. വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേക്കണേ? ജാതകം പലിച്ചൂടി. ആ ഉണ്ണിത്താന്റെ മോളുമായിട്ട് നമ്മുടെ മോൻ ഒളിച്ചോടിയെന്ന്. അവൾ ഇത്രയും കള്ളിയാണെന്ന് ഞാൻ കരുതിയില്ല. നമ്മുടെ മോനെ വിളിച്ചെടുത്തോണ്ട് പോയില്ലേ? ഇനി ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മോനെ സൂക്ഷിക്കേണ്ട നിങ്ങളല്ലേ? സൂക്ഷിച്ചു, ഒരുപാട് സൂക്ഷിച്ചു. അതുകൊണ്ടാ ഇങ്ങനെ പറ്റിയേ. ഈ കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ മോനോട് അവൾ ജീവിക്കില്ല. അവർ നാടോടെ ഞാൻ സമ്മതിക്കില്ല. വണ്ടി എടുക്കണ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും ഈറോഡിലേക്ക് പോകുന്ന 6233 നമ്പർ തിരുവനന്തപുരം ഈറോഡ് എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നു ചേരുന്നു. മണിക്കൂട്ടിന് എത്തിയില്ലേ? ട്രെയിൻ എത്താറായി. ഒന്ന് സ്പീഡിൽ വിടറോ. വിമാനത്തിന് സ്പീഡ് ഓട്ടോറിക്ഷ കിട്ടൂല മോനെ. ഒന്നാമത് എഞ്ചിൻ പണി ഏറെ വണ്ടിയാണ്. അയ്യോ, ഗേറ്റ് അടച്ചു. ഇപ്പൊ വരുന്ന ട്രെയിനിൽ എനിക്ക് പോകേണ്ടതാ. ഞാനിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്യടോ. സിനിമയിലെ പോലെ ആട്ടോ ജമ്പ് ചെയ്യട്ടെ? വേണ്ട, ഞാൻ ജമ്പ് ചെയ്തോളാം. അങ്ങനെയൊന്നും അല്ല. ഇന്ന് വെളുപ്പിന് തന്നെ നീ എന്റെ വീട്ടിലെത്തുന്നു പറഞ്ഞപ്പോ ഞാൻ കരുതിയില്ല അതെന്നെ മോളെ പൊക്കിക്കൊണ്ട് പോകാനായിരുന്നു. ഞാനൊന്ന് പറയട്ടെ. മാന്യമായിട്ട് ജീവിക്കുന്നവരെ മാനം കെടുത്തിയിട്ട് നിന്ന് ന്യായീകരിക്കുന്നു. ഉണ്ണിത്താനോട് കളിച്ചാൽ നിന്നെ കൊണ്ടു കുഴിച്ചു കൂടും. പറയടാ, മിണ്ടിപ്പോവരുത്.
കൊണ്ടുപോയിരുന്നവനെ. ഇവരെ തല്ലാൻ നിനക്കെന്താ അവകാശം? എത്തിയല്ലോ സൂത്രധാരൻ. ഇന്നലെ അച്ഛനും മോനും കൂടെ വീട്ടിൽ വന്നത് എന്റെ മോളെ പാട്ടിലാക്കാനുള്ള തന്ത്രവുമായിട്ടായിരുന്നല്ലേ? വിരലൊന്നും ഞൊടിച്ച കൂടെ പോരാ തന്റെ മോളെ പാട്ടിലാക്കാൻ അത്ര വലിയ തന്ത്രമൊന്നും പ്രയോഗിക്കണ്ട. ആമ്പിള്ളേരെ വഴിപിഴപ്പിക്കാൻ നടക്കുന്ന ശവം. തന്റെ ഭാര്യയുടെ സ്വഭാവം ഇവിടെ വിശദീകരിക്കണ്ട. മാറ്റർ മക്കളിലേക്ക് വന്നില്ലെങ്കിൽ അതിന്റെ സ്വഭാവം താനിപ്പോ അറിയും. എടോ, ജനിപ്പിച്ചാൽ മാത്രം പോരാ, മക്കളെ വളർത്താനും പഠിക്കണം. താൻ മോളെ പഠിപ്പിച്ചത് ഒളിച്ചോട്ടായിരുന്നു. തന്തയില്ലാത്ത പറയരുത്. തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. കല്യാണ പന്തലിൽ നിന്ന് എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി ഇവന്റെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും ഞാൻ പറയും. താൻ എന്തോ ചെയ്യും? എടാ ഉണ്ണിത്താനെ, ഇനി തിരിച്ചു തല്ലാമെന്ന് സമയം കളയുന്നത് ശരീരത്തിന് നല്ലതല്ല. ബുദ്ധി ഉണ്ടെങ്കിൽ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ഇതിനെ വിളിച്ചുകൊണ്ട് പോയി നിശ്ചയിച്ച് ചെറുക്കന്റെ തലയിൽ വെച്ച് കെട്ട്. അല്ലെങ്കിൽ ഇനിയും മതിൽ ചാടും. വാടാ. ഓ, നിക്കണോ? എനിക്ക് തന്നെ സമ്മാനവും വേണ്ട, ഒരു കോപ്പും വേണ്ട. ഇതോടെ നമ്മൾ തമ്മിലുള്ള സകല ഏർപ്പാട് തീർന്നു. ആ പിന്നെ സമയമില്ലാതായിപ്പോയി. ഇല്ലെങ്കിൽ തിരിച്ചു തന്ന് 10 പേജ് തെറി പറയാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഓ, മുഹൂർത്തമായി. വാടി കേരളം ഇങ്ങോട്ട് ഇറങ്ങടി. മോളെ വാ. മോളെ കൊണ്ടുപോയി സാരി മാറ്റിട്ട്. ഇപ്പൊ തുണി ഉടുത്തിട്ടുണ്ടല്ലോ, അത് മതി. പെണ്ണെത്തി പെണ്ണെത്തി. ഞാൻ പറഞ്ഞില്ലേ മുതലാളി മിടുക്കനാണെന്ന്. എങ്ങനെയെങ്കിലും പെണ്ണിനെ ഒപ്പിച്ച് മുഹൂർത്തത്തിന് മുമ്പ് എത്തുമെന്ന്. ഓ ഭാഗ്യം, തക്ക സമയത്ത് എത്തിയതോട് പെണ്ണ് ഒളിച്ചോടിയില്ല. സമയമായി. ചെന്നിരിക്കണേ മണ്ഡപത്തിലേക്ക്. എന്താണോ നോക്കിയിരിക്കണേ? ഊതടോ. എന്നാ കെട്ട് നടത്തിയേക്കാം. നിർത്തണോ? മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ കെട്ടേണ്ട ഗതികേട് എന്റെ മോനില്ല. പെണ്ണ് ഒളിച്ചോടി പോയില്ലല്ലോ, അതിന് മുമ്പ് പിടിച്ചോടി വന്നല്ലേ? അതെ, ഇനി ഒളിച്ചോടാതെ നിങ്ങൾ നോക്കിയാ മതി. വാടാ, വന്നോളൂ. ആ, അതെ അതെ, ഞാൻ പറയുന്നത് നിങ്ങള് ഉണ്ണിത്താനെ താൻ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി. എന്റെ മോളെ കെട്ടാൻ പറഞ്ഞതിൽ എന്താ മണ്ടത്തരം? ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണിനെ തിരികെ കൊണ്ടുവന്നാൽ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവോ? ഇനി ഈ കുട്ടിയെ കെട്ടാൻ അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും ഈ വീട്ടുമുറ്റത്ത് കാലുകുത്തോ? ഇല്ല. ഗുണമായാലും ദോഷമായാലും അവള് കണ്ടെത്തിയ ആളെ കൊണ്ട് തന്നെ വിവാഹം നടത്തുക. പാലത്തിങ്കൽ കുറിപ്പ് തറവാടിത്തത്തിൽ മുതലാളിയെക്കാളും ക്യാമനാ. ഇനി ഒന്നും ആലോചിക്കാനില്ല, ഈ മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ ശ്രമിക്കുക. എടുത്തു ചാടി ഞങ്ങളെ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്തു. സാരമില്ല, മറുപടി ഉടനെ കിട്ടിയായിരുന്നു. അപ്പൊ കരണം പൊത്തിയൊരെണ്ണം കിട്ടിയില്ലേ? അടിയോ ചൂടെങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ഉണ്ടായിരുന്നു. നിന്ന് കരയാതെ വാടാ കുറുപ്പിന്റെ വീട്ടിലേക്ക്. അച്ഛാ, മോള് വിഷമിക്കാണ്ടിരി, ഞങ്ങളൊന്ന് പോയി സംസാരിക്കട്ടെ.